ദിവസങ്ങൾ അല്ലേ? 4 ദിവസങ്ങളിലായിട്ടാണ് വിൽപ്പന നടന്നിട്ടുള്ളത്. അപ്പോൾ ആ പട്ടിക തയ്യാറാക്കുമ്പോൾ ആ പട്ടികയിൽ എന്ത് വരണം? ദിവസങ്ങൾ വരണം അല്ലേ? പിന്നെയോ 4 ദിവസങ്ങളിലായി ആകെ എത്ര സ്റ്റാളുകളാണ് പ്രവർത്തിച്ചത്? 3 സ്റ്റാളുകളാണ് അല്ലേ? അപ്പോൾ അതെഴുതാനുള്ള സൗകര്യവും നമ്മൾ തയ്യാറാക്കുന്ന ടേബിളിൽ ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഈ വിവരങ്ങൾ വെച്ച് നമുക്കൊരു പട്ടിക തയ്യാറാക്കിയാലോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോൾ കൂട്ടുകാരെ, 3 സ്റ്റാളുകളിലുമായി ഓരോ ദിവസവും നടന്ന വിൽപ്പനകൾ നിങ്ങൾ പട്ടികപ്പെടുത്തിയോ? എല്ലാവരും ഇവിടേക്കൊന്ന് നോക്കിയേ. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് നോക്കൂ. ഇവിടെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും ദിവസങ്ങളിൽ ഓരോ സ്റ്റാളുകളിലും 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും സ്റ്റാളുകളിൽ നടന്ന വിൽപ്പന എന്ത് ചെയ്തു? മാഷ് ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ നിങ്ങളും ചെയ്തത്? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് മനുവിൻ്റെ അമ്മയ്ക്ക് കണ്ടെത്തേണ്ടത്? ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നതെന്ന് കണ്ടെത്തണം അല്ലേ? ഈ 4 ദിവസങ്ങളിൽ 3 സ്റ്റാളുകളിലുമായി ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്? ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നതെന്ന് കണ്ടെത്തണമെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? നമുക്ക് എന്തറിയണം? ഓരോ ദിവസവും 3 സ്റ്റാളുകളിലുമായി എത്ര രൂപയുടെ വിൽപ്പന നടന്നു എന്ന് അറിയണം അല്ലേ? അപ്പോൾ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും ദിവസത്തെ ആകെ വിൽപ്പന നാം കണ്ടെത്തണം. നമുക്ക് ഇവിടെ 1-ാമത്തെ ദിവസത്തെ വിൽപ്പന കണ്ടെത്തി നോക്കിയാലോ? എന്തായിരിക്കും ചെയ്യേണ്ടത്? 1-ാമത്തെ ദിവസം 3 സ്റ്റാളുകളിൽ നടന്ന വിൽപ്പന ഇവിടെ ഉണ്ട് അല്ലേ? എത്രയൊക്കെയാ? 3405-ഉം 2966-ഉം 2998-ഉം അല്ലേ? അപ്പോൾ 1-ാമത്തെ ദിവസത്തെ ആകെ വിൽപ്പന കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 3 സംഖ്യകളും കൂടി കൂട്ടിയാൽ മതി അല്ലേ? നമുക്കൊന്ന് കൂട്ടി കണ്ടെത്തി നോക്കിയാലോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ 1-ാമത്തെ ദിവസം നടന്ന വിൽപ്പന എത്രയൊക്കെയാ? 3405. 1-ാമത്തെ ദിവസം 2-ാമത്തെ സ്റ്റാളിൽ നടന്ന വിൽപ്പന 2966. 1-ാമത്തെ ദിവസം 3-ാമത്തെ സ്റ്റാളിൽ നടന്ന വിൽപ്പന 2998. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവ 3ഉം കൂടി കൂട്ടണം അല്ലേ? എല്ലാവരും ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ തുക കണ്ടെത്തി നോക്കിയാലോ? ആദ്യം എന്താ ചെയ്യുക? ഒന്നുകളുടെ സ്ഥാനത്തെ അക്കങ്ങൾ കൂട്ടുക അല്ലേ? ഒന്ന് കൂട്ടി പറഞ്ഞേ, എത്രയൊക്കെയാ? 5നോട് 6 ചേർന്നാൽ എത്രയാ? 11 അല്ലേ? 11നോട് 8 കൂട്ടുന്നു. 11നോട് 8 കൂട്ടിയാൽ എത്രയാ കിട്ടുക? 19 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? 19 കിട്ടിയാൽ 9 ഒന്നുകളുടെ സ്ഥാനത്ത് ചേർത്ത ശേഷം ബാക്കി എത്രയുണ്ടാവും? 19-ൽ 9 പോയാ 10 അല്ലേ? ആ 10 ഒന്നുകൾ ചേർത്ത ഒരു 10നെ ആരോടൊപ്പം ചേർക്കും? 10കളോടൊപ്പം ചേർക്കും. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? 10s ആഡ് ചെയ്യും അല്ലേ? ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞേ. 1 + 0 1. 1 + 6 7. 7. 7നോട് 9 കൂട്ടിയാൽ എത്രയാ കിട്ടുക? 16 അല്ലേ? 16. ഇപ്പോൾ 16 വരുമ്പോൾ എന്താ ചെയ്യുക? അത് തന്നെ 6 ഇവിടെ ചേർക്കുന്നു. ബാക്കി വന്ന 10 10കളെ ചേർത്ത് ഒരു 100ആക്കി 100കളോടൊപ്പം ചേർക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? 100കൾ കൂട്ടും അല്ലേ? ഒന്ന് കൂട്ടി പറഞ്ഞേ. 1 + 4 5. 5 + 9 14. 14. 14നോട് 9 കൂട്ടിയാലോ? 23 അല്ലേ? അപ്പോൾ 23 100കൾ വന്നു. അപ്പോൾ എന്തായിരിക്കും നാം ചെയ്യേണ്ടത്? 3 100കളുടെ സ്ഥാനത്ത് ചേർത്ത ശേഷം
23-ൽ 3 പോയാൽ ബാക്കി എത്രയാ? 20 അല്ലേ? 20 നൂറുകളെ ചേർത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടു. 20 നൂറുകളെ ചേർത്ത് 2000 ആക്കി ആരോടൊപ്പം ചേർക്കും? 1000-ഓടൊപ്പം ചേർക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ആയിരങ്ങൾ കൂട്ടും. 2നോട് 3 കൂട്ടിയാൽ എത്രയാ? 5. 5. 5 + 2 7. 7 + 2 9. അപ്പോൾ എത്ര ആയിരങ്ങളെന്ന് കിട്ടും? 9 ആയിരങ്ങളെന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ എന്തായി കണ്ടെത്തിയത്? അത് തന്നെ, ഒന്നാമത്തെ ദിവസം 3 സ്റ്റാളുകളിലുമായി നടന്ന ആകെ വിൽപ്പന എത്രയാ കിട്ടിയത്? 9369. അപ്പോൾ ഈ ആകെ വിൽപ്പന നമുക്ക് പട്ടികയിൽ ഒന്ന് ചേർത്താലോ? അപ്പോൾ കൂട്ടുകാരെ, ഒന്നാമത്തെ ദിവസത്തെ ആകെ വിൽപ്പന നമുക്കിവിടെ എത്രയാ കിട്ടിയത്? 9369. 9369 അല്ലേ? ഇതുപോലെ രണ്ടാമത്തെ ദിവസത്തെ വിൽപ്പന കണ്ടെത്തിയാലോ? എന്തായിരിക്കും ചെയ്യേണ്ടത്? രണ്ടാമത്തെ ദിവസം 3 സ്റ്റാളുകളിലെയും വിൽപ്പന പരസ്പരം കൂട്ടും അല്ലേ? ഇനി മാഷിന്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ കൂട്ടി കണ്ടെത്തിക്കൂടെ? എല്ലാവരും ഒന്ന് കണ്ടെത്തി നോക്കിയേ. രണ്ടാമത്തെ ദിവസത്തെ ആകെ വിൽപ്പന എത്രയാണെന്ന് ഒന്ന് കണ്ടെത്തിയേ. രണ്ടാമത്തെ ദിവസത്തെ ആകെ വിൽപ്പന എല്ലാ കൂട്ടുകാരും കണ്ടെത്തിയോ? എത്രയാ നിങ്ങൾക്ക് കിട്ടിയത്? ഇത് തന്നെയാണോ എന്ന് നോക്കൂ. എത്രയാ ഇത്? എങ്ങനെയായി സംഖ്യ വായിക്കുക? 10,698 അല്ലേ? 10,698. ഇത് തന്നെയാണോ നിങ്ങൾക്കും കിട്ടിയത്? അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം നമുക്ക് പട്ടികയിൽ ചേർത്താലോ? ശരി, രണ്ടാമത്തെ ദിവസത്തെ ആകെ വിൽപ്പന 10,698. 10,698. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ മൂന്നാമത്തെയും നാലാമത്തെയും ദിവസത്തെ ആകെ വിൽപ്പന നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയില്ലേ? ഒന്ന് വേഗം കണ്ടെത്തി നോക്കിയേ. എത്രയൊക്കെയാ കിട്ടുന്നത് നോക്കിയേ. കൂട്ടുകാർ കണ്ടോ? കൂട്ടുകാർക്ക് ഇതുപോലെ തന്നെയാണോ ഉത്തരം കിട്ടിയത്? എത്രയൊക്കെയാ കിട്ടിയത്? മൂന്നാമത്തെ ദിവസത്തെ ആകെ വിൽപ്പന എത്രയാ കിട്ടിയത്? 12,336. 12,336. ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? എങ്കിൽ നാലാമത്തെ ദിവസത്തെ ആകെ വിൽപ്പന കൂടെ പറയൂ. ഇത് തന്നെയാണോ കിട്ടിയത്? എത്രയാ? 10,097. 10,097. കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? ഓരോ ദിവസവും 3 സ്റ്റാളുകളിലായി ആകെ എത്ര രൂപയുടെ വിൽപ്പനയാണ് നടന്നതെന്ന് കണ്ടെത്തി.